പൂരപ്പറമ്പിൽ എഴുന്നള്ളുന്ന തെച്ചിക്കോട് രാമേന്ദ്രനെ പോലെ, പാമ്പാടി കേശവനെ പോലെ, പാമ്പാടി സാധുവിനെ പോലെ, അങ്ങനെ വരുന്ന ഗുരുവായൂർ ബലരാമനെ പോലെ തിടമ്പറ്റി കടന്നു വരുന്ന 3 ജലരാജാക്കന്മാർ വെള്ളത്തുള്ളികളെ തട്ടിത്തെറിപ്പിക്കുകയാണോ, കോരിയെറിയുകയാണോ, തീത്തൈലമാക്കി മാറ്റുകയാണോ എന്ന് പറഞ്ഞാലും അങ്ങകലെ ഞങ്ങൾക്ക് കാണാം. ഒന്നിനു പുറകെ ഒന്നായി ഒറ്റത്തടി വൃക്ഷങ്ങൾ വെട്ടിയിട്ടാൽ എങ്ങനെയാണോ വെള്ളം 2 സൈഡിലേക്ക് തെറിക്കുന്നെന്ന് പറഞ്ഞതുപോലെ 3 കളിവള്ളങ്ങളെ 240 തൊടിച്ചിക്കാർ, 15 അമരക്കാർ, 21 താളക്കാരും ചേർത്തുകൊണ്ട് താളപ്രപഞ്ചം, തുഴയുടെ തുഴത്താളത്തിന്റെ താളപ്രപഞ്ചം, അമരക്കാരുടെ കൈ വിശ്രമമില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോ ഈ കാണികളെല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി നിറഞ്ഞ വലിയൊരു കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഓരോ സെക്കൻഡുകളിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് എത്തുന്ന 3 വള്ളങ്ങളാണ്. ആരാണവർ? മേൽപ്പാടമുണ്ട്, നിരണമുണ്ട്, പുണ്യാളൻ നിരണമുണ്ട്. ഈ 2 വള്ളങ്ങൾ, 3 വള്ളങ്ങൾക്കും മാന്നാർ മഹാത്മാ ട്രോഫി ജലോത്സവം വളരെ പ്രാധാന്യമുള്ളതാണ്. KG എബ്രഹാമിന് അഭിമാനിക്കാം ഈ വള്ളങ്ങളിൽ വിജയിച്ചാൽ. നിരണം മുള്ളത്തിന്റെ റെന്നി ഫിലിപ്സിന് അഭിനയിക്കാം, ലിജോയ്ക്ക് അഭിമാനിക്കാം. ഏതായാലും അഭിമാനത്തിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് 3 പേരും നിൽക്കുമ്പോൾ ഇതുവരെ കഴിഞ്ഞ 15 വർഷക്കാലത്തില്ലാത്ത ജനങ്ങളുടെ ആവേശം മനസ്സ് നിറയുകയാണ്. മനസ്സിലൂടെ അവർ ആലോചിക്കുകയാണ്. 3 വള്ളങ്ങളെ ഒപ്പത്തിനൊപ്പം കടന്നു വരികയാണ്. 1ലും 2ലും 3ലും മാന്നാറിലെ ഈ പമ്പാ നദിയെ തീപിടിപ്പിക്കുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ മത്സരത്തിൽ 1ാം ട്രാക്കിലെ കടന്നു വരുന്ന മേൽപ്പാടമോ, 2ലെ നിരണമോ, 3ലെ പുണ്യാളനോ അതാരാണെന്ന് പറയാൻ പറ്റില്ല. 1ാം ട്രാക്കിൽ കടന്നു വരുന്ന മേൽപ്പാടം അല്ല, 2ലെ നിരണം കുട്ടനാട് ബൈജുവും മനോജാലപ്പുഴയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതോ അങ്ങ് സുനിൽ കൈനേരിയും തമ്മിലുള്ള പോരാട്ടമാണ്. ഏതാ നിരണം കടന്നു വരുന്നുണ്ട്, മേൽപ്പാടം കടന്നു വരുന്നുണ്ട്, നിരണം പുണ്യാളം കടന്നു വരുന്നുണ്ട്. ആർപ്പുവിളിയുടെ ആരവങ്ങൾ മുഴങ്ങുകയാണ്, ശബ്ദം കൊണ്ട് അലങ്കരിക്കുകയാണ്, ശബ്ദവസന്തം വിരിയുകയാണ്. എത്ര സുന്ദരമായ ഇനി 200 മീറ്റർ ദൂരത്തിൽ 5 വള്ളപ്പാടുകൾക്ക് ഇതാ തുഴഞ്ഞെത്തുകയാണ്. 3 കരിതാകങ്ങൾ, മാറ്റിവെക്കാൻ പാടില്ലാത്ത, മാറി നിൽക്കാൻ പാടില്ലാത്ത, പിൻപോട്ട് മാറാത്ത 3 വള്ളങ്ങളുടെ തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി ജോളി എതിരേറ്റിലേക്ക് ഞാൻ മൈക്ക്. കാവാലൻ ഷാജി ചേരമാനിതാ 72ാമത് നെഹ്റു ട്രോഫിക്ക് ശേഷമുള്ള ജലപ്പരപ്പിലെ ഓളപ്പരപ്പിന് തീപിടിപ്പിക്കുന്ന മനോഹരമായ ഒരു ജലയുദ്ധം ഇതാ മാന്നാർ മഹാത്മാ ജലോത്സവത്തില് അതിഗംഭീരമായി നടക്കുകയാണ്. ഇത് ജലയുദ്ധമാണ്. 1ൽ മേൽപ്പാടം, 2ൽ നിരണം, 3ൽ നിരണം, പുണ്യവാളൻ നിരണം. 6 കൈയടക്കം 60ാമത് മഹാത്മാ ജലോത്സവത്തിന്റെ വീറും വാശിയുമൊക്കെ ഓളപ്പരപ്പിലേക്ക്. ഇതാ ആര്? മേൽപ്പാടം, നിരണം, പുണ്യവാളൻ നിരണം, നിരണം, അതേ പുണ്യവാളൻ നിരണവും മേൽപ്പാടവും ഇതാ കുതിച്ചു പായുകയാണ്. പുണ്യവാളൻ നിരണവും മേൽപ്പാടവും ഇവിടെ കാണികളെ ആവേശത്തിന്റെ നെറുകയിൽ നിർത്തുകയായിരുന്നു. അതെ, 72ാമത് നെഹ്റു ട്രോഫി പുന്നമടയിലെ ജലയുദ്ധം